1975 അടിയന്തരാവസ്ഥ കാലം ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ പ്രവർത്തകർക്കും കൊടിയ മർദ്ദനമേൽക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തി കേരളത്തിൽ അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടിംസ് എന്ന ഒരു സംഘടനയുമുണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആർ മോഹനൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ആ കാലത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ചേട്ടാ, ഈ അടിയന്തരാവസ്ഥ മുതലുള്ള ആ ഒരു ചരിത്രം ഒന്ന് സംസാരിക്കാമോ? 1975 ജൂൺ മാസം 25 അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു. അതിനുണ്ടായ പ്രധാന കാരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി അഴിമതികൾ, വളരെ കാര്യമായ രീതിയിൽ അഴിമതികൾ വർദ്ധിച്ചപ്പോൾ അതിനെതിരായിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവും കൂടി ആയിട്ടുള്ള ശ്രീ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഒരു മൂവ്മെൻറ്റ്, ഒരു സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ബീഹാറിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമൊക്കെ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. അതേ സാഹചര്യത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരായി മത്സരിച്ച ശ്രീ രാജ്നാരായണൻ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി, അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് പറഞ്ഞ ആ കേസ് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുകയും 6 വർഷത്തേക്ക് അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ പ്രഖ്യാപനം വന്നു. ഇതിനെ തുടർന്ന് ആണ് ഇന്ദിരാഗാന്ധി ജൂൺ 25 അർദ്ധരാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ നമ്മുടെ രാജ്യത്തെ പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളുമൊക്കെ എടുത്തു കളഞ്ഞു. പത്രമാരണ നിയമം നടപ്പിലാക്കി. രാജ്യത്ത് ആകമാനം ഉണ്ടായിരുന്ന ഏതാണ്ട് 2000-ഓളം പത്രങ്ങളുടെ വസ്തുവകകൾ കണ്ടുകെട്ടി, പത്രം ഓഫീസുകൾ കണ്ടുകെട്ടി. അങ്ങനെ എന്താണോ ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള വാർത്തകൾ മാത്രമേ ജനങ്ങൾ അറിയാവൂ എന്നുള്ള നിലയ്ക്ക് വളരെ കർശനമായ നിലയ്ക്കുള്ള നടപടികളെടുത്തു. ഈ രാജ്യത്തെ ദേശീയ സാംസ്കാരിക നേതാക്കന്മാരെയെല്ലാം അർദ്ധരാത്രിക്ക് തന്നെ, നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ജയിൽ അറകളിലാക്കി. അതിൽ ശ്രീ മൊറാർജി ദേശായി, അതോടൊപ്പം തന്നെ ശ്രീ LK അദ്വാനി, ശ്രീ AB വാജ്പേയി തുടങ്ങിയ നിരവധി നേതാക്കന്മാരെ അന്ന് ജയിലറയ്ക്കുള്ളിലാക്കി. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെ ഈ കരിനിയമങ്ങൾ നടപ്പിലാക്കി. അതിൽ പ്രധാനപ്പെട്ട 2 നിയമങ്ങളാണ്. ഒന്ന് DIR എന്ന് പറയുന്ന ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമം അവർ നടപ്പിലാക്കി. ആ നിയമപ്രകാരം ഈ ഗവൺമെൻറ്റിനെതിരായോ ഇന്ദിരാഗാന്ധിക്കെതിരായോ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ പിടിച്ച് ജയിലിലിടാനുള്ള വ്യവസ്ഥ അതിനകത്തുണ്ടായിരുന്നു. രണ്ടാമത് മിസ എന്ന് പറയുന്നൊരു നിയമം നടപ്പിലാക്കി. ആ മിസ മെയിൻ്റെനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ, നമ്മുടെ നാട്ടിലെ നിലവിലുള്ള ഭരണഘടനാ പ്രകാരം ഒരാളെ കൊലപാതകിയാണെങ്കിൽ പോലും അയാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകത്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി വേണം അയാളെ റിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകാൻ. പക്ഷേ മിസ നിയമപ്രകാരം ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനും വർഷങ്ങളോളം അവരെ ജയിലിൽ ഒരു വിചാരണയും കൂടാതെ ജയിലിൽ പാർപ്പിക്കാനുമുള്ള ഒരു നിയമമായിരുന്നു മിസ. അത് പ്രകാരമാണ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ദേശീയ നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രതിപക്ഷ നേതാക്കന്മാരെ, സാംസ്കാരിക നേതാക്കന്മാരെ ഒക്കെ പിടിച്ച് അകത്താക്കിയത്. എന്ന് വെച്ചാൽ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ട ഈ മിസ തടവുകാരെ, അല്ലേ? മിസ തടവുകാരെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള നിലയ്ക്കാണ് അങ്ങനത്തെ മിസ എന്ന് പറയുന്ന കരിനിയമം ഇവിടെ നടപ്പിലാക്കിയത്. ഇതനുസരിച്ച് ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ ആലോചിച്ചു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി. അന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനസംഘം, അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്നു മൊറാർജി ദേശായിയുടെ. അങ്ങനെ നിരവധി പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കണം എന്നുള്ള നിലയ്ക്കുള്ള ആലോചന ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ജയപ്രകാശ് നാരായണനെ തന്നെ അധ്യക്ഷനാക്കിക്കൊണ്ട് ലോകനായക് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ലോക സംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ രൂപീകരിച്ചു. ആ സംഘടന രാജ്യവ്യാപകമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ സംഘടനയുടെ പ്രവർത്തന പ്രകാരം തന്നെ തീരുമാനിച്ചത് 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിലും കേവലം 5 മാസം കൊണ്ട് അതിനെതിരായിട്ടുള്ള സത്യാഗ്രഹ സമരങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചു. ഒരുപക്ഷെ സോഷ്യലിസ്റ്റ് പാർട്ടിയും സംഘടനാ കോൺഗ്രസും ഒക്കെ ജയപ്രകാശ് നാരായണനും ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചത് RSS എന്ന് പറയുന്ന സംഘടനയാണ്. RSSും ജനസംഘവും ചേർന്നാണ് അതിൻ്റെ
പിന്നിലുള്ള ആ സമരത്തിൻ്റെ പിന്നിലുള്ള എല്ലാ നടപടികളും പ്ലാനും തയ്യാറാക്കിയത്. അത് പ്രകാരം കേവലം 5 മാസം കൊണ്ട് നവംബർ മാസം, അതായത് 75 നവംബർ മാസം 14-ാം തീയതി മുതൽ 76 ജനുവരി മാസം 14-ാം തീയതി വരെയുള്ള 2 മാസക്കാലം രാജ്യവ്യാപകമായി ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടക്കണം എന്ന് തീരുമാനിച്ചു. അതുപ്രകാരം സമരങ്ങൾ നടന്നു. അതിലുണ്ടായ ഒരു പ്രത്യേകത, ആ സമരം 1 മാസം പിന്നിട്ടപ്പോഴത്തേക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ജയിലുകളും, കേരളത്തിലെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും നിറഞ്ഞു. അതിൽ ആളുകളെ താമസിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇവിടുത്തെ ജുഡീഷ്യറിയും പോലീസും എല്ലാം കൂടെ ചേർന്ന് ആലോചിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് 11 പേരുടെ ബാച്ചാണ് സത്യാഗ്രഹ സമരം നടത്തുക. അതിൽ നിന്ന് എല്ലാവരെയും 2, 3, 4 ദിവസം ലോക്കപ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുക. അതിൽ നിന്ന് ജയിലുകൾ നിറഞ്ഞ സമയത്ത് 2 പേരെ മാത്രം റിമാൻഡ് ചെയ്യുക DIR പ്രകാരം, ബാക്കി ആളുകളെ മർദ്ദനത്തിന് ശേഷം വിട്ടയക്കുക. ഇതാണ് അന്നുണ്ടായിരുന്ന നടപടി. ഇതിലെടുത്തു പറയേണ്ട കാര്യം, അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി CPIയുടെ ശ്രീ അച്യുതമേനോനായിരുന്നു. ആഭ്യന്തരമന്ത്രി ശ്രീ K. കരുണാകരനായിരുന്നു. K. കരുണാകരൻ അന്ന് ഇവിടുത്തെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശം, ഈ അടിയന്തരാവസ്ഥ കഴിയുന്നതോടുകൂടി RSS എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടാവരുത്, അടിച്ചൊതുക്കണം എന്നുള്ള നിലയ്ക്കുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. അതിൻ്റെ ഫലമായി കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ RSSൻ്റെ പ്രവർത്തകന്മാർക്ക് നേരെ അതിക്രൂരമായ മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടത്. അങ്ങനെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ടാണ് ഈ ആളുകളൊക്കെ പിന്നെ ജയിലിൽ പോയത്. അതിനുശേഷം പലരും ജയിലിൽ നിന്ന് തന്നെ പലരെയും ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടി വന്നു. പിന്നീട് അതിനുശേഷവും ചികിത്സയും മറ്റും തേടുകയുണ്ടായി. ഇതാണ് അന്നുണ്ടായ പ്രധാന സംഭവം. ഇതിൽ കേരളത്തിൽ ഏതാണ്ട് 8600ഓളം പേര് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. പക്ഷേ ജയിലിൽ പോയത്, പിടിച്ചത്, അതായത് മിസ പ്രകാരവും DIR പ്രകാരം ജയിലിലാക്കിയത് സർക്കാരിൻ്റെ കണക്ക് അനുസരിച്ച് തന്നെ 7438 പേരാണ് കേരളത്തിലെ ജയിലുകളിലുണ്ടായിരുന്നത്. ബാക്കി ആളുകളിൽ പേരിൽ FIR പോലും ഇല്ലാത്ത രീതിയിൽ മർദ്ദനങ്ങൾ 3 ദിവസത്തെ 2-3 ദിവസത്തെ അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ട് അവർ പുറത്തേക്ക് വിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ആ കാലത്ത് ഈ ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കില്ലേ കരുണാകരൻ്റെ പോലീസ് ഇങ്ങനെ ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത്? തീർച്ചയായിട്ടും. അതിൽ ഈ RSS മാത്രമല്ലോ, ഈ പറയുന്ന CPMൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ, EMS, പിണറായി, കോടിയേരി. അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, CPMനെ സംബന്ധിച്ച് സാക്ഷാൽ അന്നത്തെ നേതാവ് EMS നമ്പൂതിരിപ്പാടിനെ അറസ്റ്റ് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് വിട്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പല ആക്ഷേപങ്ങളും വന്നിരുന്നു. അദ്ദേഹം മാപ്പെഴുതി കൊടുത്തു പോകുന്നു എന്നൊക്കെ ഉള്ള നിലയിൽ ചർച്ചകൾ വന്നിരുന്നു. ഏതായാലും കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ കുറേ നേതാക്കൾ, അവരെല്ലാവരും ഏതാണ്ട് 21 മാസക്കാലം ജയിൽവാസം അനുഭവിച്ചിരുന്നു. അതിൽ എടുത്തു പറയേണ്ട സംഗതി, CPMകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 500ഓളം പേര് ജയിലിലുണ്ടായിരുന്നവരെല്ലാവരും പ്രിവെൻറ്റീവ് അറസ്റ്റായിരുന്നു. അവർ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. അവർ പറഞ്ഞത്, അന്ന് നമ്മുടെ ജനസംഘത്തിൻ്റെ ഓൾ ഇന്ത്യ ലീഡറും നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ കൺവീനറുമായിരുന്ന ശ്രീ K. രാമപിള്ള സാറും ഒക്കെ കൂടെ ചേർന്ന് EMS നമ്പൂതിരിപ്പാടിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. നിങ്ങൾ ഈ സമരം ഏറ്റെടുക്കണം, ഞങ്ങളുടെ ആളുകൾ സമരം ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ അദ്ദേഹത്തിനോട് സംസാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് ബോണസ് 4% സീൽ ചെയ്തു, ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരത്തിൽ മാത്രമേ ഉള്ളൂ, ഈ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് CPM ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ സത്യാഗ്രഹ സമരത്തിൽ നിന്ന് മാറി നിന്നു. കേരളത്തിൽ യഥാർത്ഥത്തിൽ അന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി CPM ആയിരുന്നു. അവരായിരുന്നു ഇതിൽ നിൽക്കേണ്ടത്. പക്ഷേ അവർ മാറി നിന്നെങ്കിലും RSSൻ്റെയും ജനസംഘത്തിൻ്റെയും പ്രവർത്തകന്മാർ അഖിലേന്ത്യാ തലത്തിലുള്ള ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തു. അവർ കൊടിയ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജയിൽവാസം അനുഭവിച്ചു. അതാണ് അന്നുണ്ടായ സമരത്തിൻ്റെ ഒരു ചരിത്രം. പിന്നീട് ഇതെല്ലാം പിൻവലിച്ചതിന് ശേഷം ഈ പറയുന്ന എമർജൻസി പീരീഡിൽ ജയിലിലായ കുറേ ആളുകളുണ്ടല്ലോ ഈ RSSുമായി ബന്ധപ്പെട്ട്, എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാർ പിന്നീട് ഈ നിവേദനങ്ങളൊക്കെ സമർപ്പിച്ച് കണ്ടേ, ഒരു പെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം. കാരണം ഈ മർദ്ദനത്തിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ. അത്തരം പ്രവർത്തനങ്ങളുമായി എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാർ പോയി കാണില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആരും തന്നെ എന്തെങ്കിലും തരത്തിൽ ഭാവിയിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ അപകടത്തിലായ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നാളെ ഞങ്ങൾക്ക് താമ്രപത്രം കിട്ടും അല്ലെങ്കിൽ പെൻഷൻ കിട്ടും ഇതൊന്നും പ്രതീക്ഷിച്ച് ഈ സമരത്തിൽ പങ്കെടുത്തവരല്ല. ഈ രാജ്യത്തെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ഒന്നും പ്രതീക്ഷിക്കാത്ത സമരത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷേ ഈ സത്യാഗ്രഹത്തിൽ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ അന്നത്തെ യുവാക്കന്മാരൊക്കെ
പോലീസിൻ്റെ ക്രൂര മർദ്ദനങ്ങളേറ്റപ്പോൾ അന്നത്തെ നമ്മുടെ എന്താ പറയുക യുവാക്കന്മാരെ മാനസികാവസ്ഥയും അതുപോലെ തന്നെ അവരുടെ ശാരീരിക അവസ്ഥയെ കൊണ്ട് ആരും അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ പിന്നീട് ഏതാണ്ട് 60 വയസ്സൊക്കെ ആയപ്പോൾ സമയത്താണ് അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമായിട്ടുള്ള അസുഖങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ വരാൻ തുടങ്ങിയത്. ആ സമയത്താണ് ഞങ്ങൾ 2015 40 വർഷങ്ങൾക്ക് ശേഷം 2015 അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കുകയും ആ സമയത്ത് തന്നെ ഈ കൂട്ടായ്മ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക്, അതായത് അപ്പോഴത്തേക്കും 2014 മോദിജിയുടെ സർക്കാർ വന്നു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നിവേദനം കൊടുക്കാനും ഒക്കെ ഞങ്ങൾ തയ്യാറായി. ഇതേ സമയത്ത് തന്നെ എല്ലാ സംസ്ഥാനത്തും ഈ ആളുകളുടെ ഇതിൻ്റെ പേര് വേറെയാണെങ്കിലും അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസ് എന്നല്ലെങ്കിലും ഈ ആളുകളുടെ കൂട്ടായ്മയും സംഘടനകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനൊരു അഖിലേന്ത്യാ ഫോറം ഉണ്ട്. ഞങ്ങളും ആ അഖിലേന്ത്യാ ഫോറത്തിൽ ലോക് തന്ത്ര സേനാനി സംഘം എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങളും അതിനകത്ത് അഫിലിയേറ്റഡ് ആണ്. അതിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ചും കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഏതായാലും ഞങ്ങൾ നിരവധി പ്രാവശ്യം നേരിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്കും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിനുമൊക്കെ പല പ്രാവശ്യം നിവേദനങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഈ കാര്യത്തിൽ ഇതുവരെ ഒരു ബലവത്തായ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് അന്ന് ഈ പറയുന്ന RSSനെ നിരോധിക്കും എന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് അങ്ങനെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചായിരുന്നില്ലേ? അപ്പോൾ കുറച്ച് പേരകത്തും കുറച്ച് പേര് പുറത്തും അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രവർത്തനം അക്കാലത്ത്. അതിലുണ്ടായ അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏറെക്കുറെ RSSൻ്റെ നേതാക്കൾക്ക് അന്ന് അറിയാമായിരുന്നു അടുത്തത് RSSനെ നിരോധിക്കുന്ന നടപടിയിലേക്ക് ശ്രീമതി ഗാന്ധി വരും എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ തീരുമാനമുണ്ടായി. ആരൊക്കെ പുറത്തുണ്ടാവണം, അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കണം, സംഘടന ചലിപ്പിക്കേണ്ട ആളുകളൊക്കെ അണ്ടർഗ്രൗണ്ടിൽ പോകേണ്ടതാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ പോയാൽ പോലീസ് തെരഞ്ഞു പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ ചിലർ പുറത്തുണ്ടാവണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ അന്നത്തെ പ്രാന്ത കാര്യവാഹ്, RSSൻ്റെ സംസ്ഥാന കാര്യവാഹായിട്ടുള്ള അഡ്വക്കേറ്റ് TV അനന്തൻ, അദ്ദേഹത്തിനെയൊക്കെ ആ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹം പുറത്തുണ്ടായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ധാരണ RSSൻ്റെ പ്രാന്ത കാര്യവാഹ് എന്ന് പറയുന്ന TV അനന്തനെ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്താൽ പിന്നെ കേരളത്തിലൊന്നും സംഭവിക്കില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധരിച്ചത്. പക്ഷേ സംഘടനാ യന്ത്രം ചലിപ്പിക്കാനുള്ള സംവിധാനം വേറെ RSS അതിൻ്റെ സംവിധാനം അനുസരിച്ച് ഉണ്ടാക്കിയിരുന്നു. അതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന സംഘടനകളൊക്കെ രൂപീകരിക്കുന്നു. പിന്നീടാണ് ഈ BJP എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അധികാരത്തിലേക്ക് വരുന്നത്, പടിപടിയായി കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ എത്തിയപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്തോ? കേന്ദ്രത്തിലേക്ക് BJP എത്തിയപ്പോൾ എന്ത് സഹായം നമുക്ക് ലഭിച്ചു? ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഈ ആളുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ 10 സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥാ സമര സേനാനികൾക്ക് പെൻഷനും വൈദ്യസഹായവും കൊടുക്കുന്നുണ്ട്. അതിൽ BJP സർക്കാരുകൾ മാത്രമല്ല. കാരണം ഏറ്റവും ആദ്യം 77 തന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ച് മൊറാർജി സർക്കാർ വന്ന സമയത്ത് തന്നെ ബീഹാറിൽ, അന്ന് ബീഹാർ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. അവിടെ കോൺഗ്രസ് ഇല്ല, BJP ഇല്ല, അല്ലെങ്കിൽ ജനസംഘം ഇല്ല. അവർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ബീഹാറിൽ അവർക്ക് ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ പഞ്ചാബിലും അന്ന് അതുപോലെ തന്നെ കോൺഗ്രസും ജനസംഘവും അല്ലെങ്കിൽ BJPയും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പഞ്ചാബിലും ഈ 2 സർക്കാരുകൾ 77 മുതൽ ഈ സമരസേനാനികൾക്ക് പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം BJP സർക്കാരുകൾ വന്ന സമയത്താണ് ആദ്യമായിട്ട് ഇത് നടപ്പിലാക്കിയത് കല്യാൺ സിംഗാണ് ഈ ഉത്തർപ്രദേശിൽ. അങ്ങനെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, അങ്ങനെ ഇപ്പോൾ നിലവിൽ ഏറ്റവും ആദ്യം ഈ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയത് ആസാമിലാണ്. ആസാം ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ 10 സംസ്ഥാനങ്ങളിൽ ഈ സമരസേനാനികൾക്ക് പെൻഷനും വൈദ്യസഹായവും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചു. അപ്പം മറ്റ് സഹായങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സംഘടന എന്ന നിലയിൽ ഇതിനകത്ത് ഇപ്പോൾ എത്ര പേർക്ക് ഒരു സഹായം ചെയ്തു, അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവർ, അങ്ങനെയുള്ള ഒരു ചരിത്രം കൂടെ പറഞ്ഞില്ലേ? ഞങ്ങൾ ഗവൺമെൻറ്റിനകത്ത് ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തൊക്കെ കാത്തിരിക്കുന്നു എങ്കിൽ പോലും നമ്മൾ സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിപ്പോൾ RSSൻ്റെ ഒരു സേവാ ട്രസ്റ്റ് കേരളത്തിലെ ഏതാണ്ട് 150 പേർക്ക് പ്രതിമാസ ചികിത്സാ സഹായം, തീരെ അവശന്മാരായി കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് 150 പേർക്ക് പ്രതിമാസ ചികിത്സാ സഹായം അവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം RSSൻ്റെ ഒരു ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘടന നിലവിൽ ചില വ്യക്തികളെ, ചാരിറ്റബിൾ ട്രസ്റ്റുകളെ ഒക്കെ കണ്ടിട്ട് കുറേ പേരുടെ സഹായം തേടിയിട്ടുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതിലൊരു പ്രത്യേകത, ഞങ്ങൾ സംഘടന ഇതിനു വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്യുന്നില്ല. അതിന് പകരം ആരാണോ സഹായിക്കാൻ, വൈദ്യസഹായം കൊടുക്കാൻ തയ്യാറാവുന്നത് അവരെ കൊണ്ട്
ബന്ധപ്പെട്ട സഹായം കൊടുക്കേണ്ട കിടപ്പ് രോഗിയായിട്ടുള്ള ആളുടെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ത്രൂ അയപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം അങ്ങനെ ഇപ്പോൾ നിലവിൽ ഈ മെയ് മാസത്തെ കണക്കനുസരിച്ച് 350 പേർക്ക് കേരളത്തിൽ പ്രതിമാസ ചികിത്സാ സഹായം കിട്ടുന്നുണ്ട്. അതിനുവേണ്ട സംവിധാനം സംഘടന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തു. ഇതിലിപ്പം RSSനെ സംബന്ധിച്ചിടത്തോളം ഈ മലബാർ മേഖലയിലുള്ളവരാണോ അതോ തിരിച്ചിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മധ്യ കേരളമാണോ അതോ തിരുവിതാംകൂറാണോ ഏറ്റവും കൂടുതൽ ദുരിതത്തിൻ്റെ കയത്തിൽ കിടക്കുന്നവരാണ്? അപ്പോൾ അതിൽ ഞങ്ങളതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സർവേ നടത്തിയിട്ടുണ്ട്. സർവേ നടത്തിയതാൽ ഇവിടെ ആലപ്പുഴ ജില്ല ഒഴിച്ചാൽ തെക്കൻ മേഖലകളിൽ ആലപ്പുഴ ഭാഗത്ത് അവിടെ കുട്ടനാട് ആലപ്പുഴ ഭാഗത്തുള്ള ആളുകൾ ഒഴിച്ചാൽ ബാക്കി ഏറ്റവും കൂടുതൽ ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആളുകളുള്ളത് ഷൊർണൂർ മുതൽ വടക്കോട്ട്, അതായത് മലബാർ മേഖല എന്ന് വേണമെങ്കിൽ പറയാം, കാസർഗോഡ് വരെ. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സത്യാഗ്രഹ സമരത്തിൽ ഏറ്റവും കൂടുതൽ സമരസേനാനികൾ പങ്കെടുത്തത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. അവരൊക്കെ തന്നെ അതായത് മലപ്പുറത്ത് വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ, കോഴിക്കോട് മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളുണ്ടായിരുന്നു, വയനാട്ടിലേക്ക് പോകുമ്പോൾ തോട്ടം തൊഴിലാളികളുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ണൂർ കണ്ണൂരൊക്കെ ഒരു വ്യവസായവും ഇല്ലാത്ത നിലയ്ക്ക് അവരൊക്കെ കൂലിപ്പണിക്കാർ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സമൂഹത്തിലെ എല്ലാ ആളുകളും, അതായത് ഇതിനകത്ത് ഉയർന്ന തലത്തിൽ സർക്കാർ ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അർദ്ധ സർക്കാർ തലത്തിൽ ബാങ്ക് ജീവനക്കാർ പങ്കെടുത്തിട്ടുണ്ട്, മെയ്സന്മാർ, കാർപ്പൻ്റർമാർ എന്ന് വേണ്ട അന്നത്തെ കണക്കനുസരിച്ച് രാഷ്ട്രീയക്കാർ എന്തൊക്കെ പറഞ്ഞാലും ആദിവാസി 1975 നടത്തിയ ഈ സമരത്തിൽ വയനാട് ജില്ലയിൽ നിന്ന് ആദിവാസി സമൂഹത്തിൽ നിന്ന് പോലും 14 പേര് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങി ജയിലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആളുകൾ മലബാർ മേഖലയിൽ നിന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തിയ ഒരു കണക്കുകൾ. ഇപ്പോൾ 2 തവണ മോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരാണ് അധികാരത്തിൽ വന്നത്. 3-ാം തവണ ഏതാണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. വീണ്ടും BJPയുടെ നേതൃത്വത്തിലൊരു സർക്കാർ വരുമെന്നാണ് വിലയിരുത്തലുകൾ. അങ്ങനെയാണെങ്കിൽ ഈ സംഘടന എന്ന നിലയിൽ ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഞങ്ങൾ ഗവൺമെൻറ് തലത്തിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ ഞങ്ങൾ വീണ്ടും തുടരും. ഞങ്ങളുടെ പ്രതീക്ഷ, ഇപ്പോഴും ഞങ്ങളൊരു പ്രതീക്ഷയിലാണ്. എന്താ പ്രതീക്ഷ എന്ന് പറഞ്ഞ കാരണം ഈ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഇന്ത്യ രാജ്യത്ത് സമരം നടത്തിയതിൽ ഏറ്റവും കൂടുതൽ വളരെ മൃഗീയമായ ക്രൂരമായ മർദ്ദനം ഉണ്ടായത് കേരളത്തിലാണ് പോലീസ് മർദ്ദനം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആളുകൾ കേരളത്തിലാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവരം വേണ്ട രീതിയിൽ മോദിജിയെ ധരിപ്പിച്ചാൽ അദ്ദേഹം ഈ കാര്യത്തിനൊരു പരിഹാരമുണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ പുതിയ ഗവൺമെൻറ് വന്നാലും ഞങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനവുമായിട്ട് ഗവൺമെൻറ്റിനെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് BJPയുടെ ഒരു ദേശീയ നിർവാഹക സമിതി യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കോഴിക്കോട് വെച്ച് നടത്തിയിരുന്നു. അന്ന് ഇത്തരത്തിലുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്തുകയോ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കോഴിക്കോട് വെച്ച് 2016 കോഴിക്കോട് വെച്ചിട്ട് BJPയുടെ ദേശീയ സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിൽ ഞങ്ങളുടെ റിക്വസ്റ്റും കൂടെ പ്രകാരം അവിടെ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ അവസരം ഉണ്ടാക്കണം എന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ അടിയന്തരാവസ്ഥ സമരസേനാനികളെയും അതോടൊപ്പം തന്നെ 65 മുതലുള്ള ജനസംഘത്തിൻ്റെ പ്രവർത്തകന്മാരെയും കൂടെ ഒരുമിച്ച് വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സമ്മേളനം തിരുവനന്തപുരത്ത് സാമൂതിരി ഹൈസ്കൂളിൽ വെച്ച്, കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ വെച്ച് പ്രധാനമന്ത്രി അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ കടപ്പുറത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ BJPയുടെ റാലി കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് 7 മണിക്കാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ 1500 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ അവിടെ വെച്ച് പ്രധാനമന്ത്രിക്ക് നേരിട്ട് നമ്മുടെ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ വൈക്കം ഗോപകുമാർ അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി നിവേദനം സമർപ്പിച്ചു അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി ഞങ്ങളെ നോക്കി അന്ന് പറഞ്ഞത്, അദ്ദേഹം വളരെ ആവേശപൂർവ്വം ഞങ്ങളോട് പറഞ്ഞ കാര്യം, ഞങ്ങൾക്കും വളരെ ആവേശത്തോടുകൂടി ഞങ്ങൾ കേട്ടൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെ കുറേ ആളുകൾ അടിയന്തരാവസ്ഥ സമയത്ത് ഇങ്ങനെ കുറേ ആളുകൾ ത്യാഗം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം BJP ഭരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കഠിനമായിട്ടുള്ള യാതനകളും പ്രവർത്തനം കൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രി ആയത് എന്ന് അദ്ദേഹം അവിടെ പൊതുവേദിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. ഞങ്ങൾക്കൊക്കെ അതൊരു ആവേശവും അല്ലെങ്കിൽ ഒരു ഉന്മേഷവും തരുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ കൊടുത്ത നിവേദനത്തെ സംബന്ധിച്ച് ഇതുവരെ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യവും ഇതിൻ്റെ ഉള്ളിലുണ്ട്.
എന്തായാലും ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി BJP സർക്കാർ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന എമർജൻസി വിക്ടിമിൻ്റെ ഈ സംഘടനക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അവർ പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവരുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള ചികിത്സാ സഹായങ്ങൾ ഇതൊക്കെ ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ വിശേഷങ്ങൾ ഇനി എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പങ്കുവെക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.